ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ അധികാരികളെന്നും കണ്ണടയ്ക്കാറാണ് പതിവ്. സത്യാഗ്രഹം, നിരാഹാരം എന്നിങ്ങനെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അനിശ്ചിതകാല സമരം വരെ നീളുമ്പോഴും സമരക്കാർ സമരപ്പന്തൽ വിട്ടുപോവുകയല്ലാതെ അധികാരികളെന്നും മൗനത്തിൽ തന്നെയായിരിക്കും. ഒരു മാസമായി വേതന വർധനവ് ആവശ്യപ്പെട്ട് കോർപ്പറേഷന് മുന്നിൽ 8 സ്ത്രീകൾ സമരം നടത്തുന്നു. ഇവിടെയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമോ? പ്രധാന വാർത്തകളിലേക്ക്. ദേശീയ ഗെയിംസിൽ ഫുട്ബോൾ മത്സരവേദിക്ക് ഒളിമ്പ്യൻ റഹ്മാന്റെ പേര് നൽകുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. %100 മദ്യനിരോധനമാണ് ആവശ്യമെങ്കിൽ ആദ്യം മദ്യവർജനമാണ് കേരളത്തിൽ നടപ്പിലാക്കേണ്ടതെന്ന് ആർ ബാലകൃഷ്ണപിള്ള. യുവമോർച്ചയുടെ കാശ്മീർ ദുരിതാശ്വാസ നിധി സമാഹരണം ജില്ലയിൽ ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ ഗെയിംസിൽ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന വേദിക്ക് ഒളിമ്പ്യൻ റഹ്മാന്റെ പേരിടുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സ്പീഡ് പദ്ധതിയുടെ ഭാഗമായുള്ള ഗെയിംസ് യൂണിറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക രംഗത്ത് കോഴിക്കോട് ജില്ലയെ മുൻനിരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സ്പീഡ്. കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ മൾട്ടി ജിം ഉൾപ്പെടെയുള്ള ആധുനിക പരിശീലന സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി സജ്ജീകരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി രൂപം കണ്ട ഗെയിംസ് യൂണിറ്റുകളുടെയും കബഡി മാറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം മാനഞ്ചിറയിൽ കായിക വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. പരിപാടികൾ തുടരുകയാണ്. ഒട്ടനവധി യൂണിറ്റുകൾക്കും സ്കൂളുകൾക്കും നാഷണൽ ഗെയിംസുമായി അനുബന്ധപ്പെട്ട ആ സ്റ്റേഡിയത്തിന്റെ പേര് നമ്മൾ ശ്രീ അബ്ദുൾ റഹ്മാൻ സ്റ്റേഡിയം എന്ന് തന്നെ നാമകരണം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പൊതുവികാരത്തെ ഗവൺമെന്റ് അപ്പാടെ അംഗീകരിക്കും. കേരളത്തിൽ 1050 കോടി രൂപയുടെ പുതിയ സ്റ്റേഡിയങ്ങൾ, കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കളിസ്ഥലം ഒരു പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും പാട്. ആ മെയിന്റനൻസിന് വേണ്ടിയുള്ള ഒരു പുതിയ സംവിധാനം സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ കീഴിൽ ഉണ്ടാക്കും എന്ന് ഓർമ്മിപ്പിക്കുകയും. ദേശീയ ഗെയിംസിൽ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയത്തിന് ഒളിമ്പ്യൻ റഹ്മാന്റെ പേര് നൽകുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ സ്റ്റേഡിയങ്ങളുടെ നില ശോചനീയമായ അവസ്ഥയിൽ തുടരുകയാണ്. ദേശീയ ഗെയിംസിനോടുകൂടി സ്റ്റേഡിയത്തിന്റെ നിലകൾ മാറ്റിയെടുക്കും. ഗെയിംസ് കഴിയുന്നതോടെ 1050 കോടി രൂപയുടെ കളിസ്ഥലങ്ങൾ ഉണ്ടാകും. കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുവാൻ ബുദ്ധിമുട്ടില്ല, എന്നാൽ ഇവ പരിപാലിച്ചു കൊണ്ടുപോവുകയാണ് പ്രധാന ബുദ്ധിമുട്ടെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എ പ്രദീപ് കുമാർ MLA ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഗെയിംസ് യൂണിറ്റുകളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശശി കായിക പ്രതിഭകളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ, M സലീം, PC ജോർജ് മാസ്റ്റർ, TK തങ്കമണി, PT ഷർഫുന്നിസ, KJ മത്തായി, P മൊയ്തീൻ മാസ്റ്റർ, KP കുഞ്ഞാമുത്തുകുട്ടി മാസ്റ്റർ, MP ഗഫൂർ, സുരേഷ് കുമാർ, ഉമ്മർ പാണ്ഡികശാല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 100% മദ്യനിരോധനമാണ് ആവശ്യമെങ്കിൽ ആദ്യം മദ്യവർജനമാണ് കേരളത്തിൽ നടപ്പിലാക്കേണ്ടതെന്ന് കേരള കോൺഗ്രസ് ബി പാർട്ടി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച കേരള കോൺഗ്രസ് ബി പാർട്ടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
100% മദ്യനിരോധനമാണ് ആവശ്യമെങ്കിലും മദ്യവർജനമാണ് ഘട്ടം ഘട്ടമായി കേരളത്തിൽ നടപ്പിലാക്കേണ്ടതെന്ന് കേരള കോൺഗ്രസ് ബി പാർട്ടി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. മദ്യവർജനത്തിന് മുന്നോടിയായി വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലിറക്കി വീര്യം കൂടിയവയെ പിൻവലിക്കണമെന്നും മദ്യത്തിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കാനായി പ്രത്യേക കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് ബി പാർട്ടി ജില്ലാ കൺവെൻഷൻ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്ത് 100% മദ്യം നിരോധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യം. 100%. അല്ലാതെ 10% ബിവറേജസ് കൂട്ടിയത് കൊണ്ടോ 700 ചില്ലുവാനും ബാറ് കൂട്ടിയത് കൊണ്ടോ ആരുടെയും കുടി കുറയുകയില്ല. ബാറ് കൊണ്ടല്ല ശല്യം, ബാറിന്റെ പുറത്തുണ്ടായിരുന്ന ഈ കുടിലുകളിലെ കച്ചവടം മിനി ബാറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയതാണ്. 30,000 രൂപ കെട്ടിവെച്ച് ലൈസൻസ് വാങ്ങി പഴയ ചാരായ ഷാപ്പിനേക്കാൾ മോശമായ രീതിയിൽ ഈ രാജ്യത്ത് ബാറുകളുടെ മുറ്റത്ത് കച്ചവടം നടത്താൻ അനുവദിച്ച കഴിഞ്ഞ അച്യുതാനന്ദന്റെ ഭരണമാണ് ഈ രാജ്യത്ത് ബാറുകളെ നശിപ്പിച്ചതും ബാറുകളുടെ സ്റ്റാൻഡേർഡ് ഇല്ലാതാക്കിയതും. ചടങ്ങിൽ മികച്ച കർഷകൻ വേലായുധൻ നായരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് പി വി നവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പോൺ ജോസഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി നജീം പാലക്കണ്ടി, സി വേണുഗോപാലൻ നായർ, യൂത്ത് ഫ്രണ്ട് ബി സംസ്ഥാന പ്രസിഡന്റ് മധു എണ്ണക്കാട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജോസഫ്, ലത്തീഫ് കുറുങ്ങോട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. കാശ്മീരിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കാൻ യുവമോർച്ച സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കാശ്മീർ ദുരിതാശ്വാസ നിധി സമാഹരണം ആരംഭിച്ചു. പാളയം പരിസരത്ത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ ദുരിതാശ്വാസ നിധി സമാഹരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. കാശ്മീരിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്നതിന്റെ ഭാഗമായി യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കാശ്മീർ ദുരിതാശ്വാസ നിധി സമാഹരണം ആരംഭിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ദുരിതാശ്വാസ നിധി സമാഹരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാളയം പരിസരത്ത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ നിർവഹിച്ചു. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരിക്കുമെന്നും ലഭിക്കുന്ന തുക എത്ര തന്നെയായാലും അത് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലും ഇന്ന് തൊട്ട് 3 ദിവസം യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ ഈ ദുരിതാശ്വാസ നിധി ശേഖരണം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ കുറച്ച് ആളുകളെ നേരിട്ട് കാണാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ യുവമോർച്ചയുടെ പ്രവർത്തകരോടൊപ്പം ഒരുമിച്ച് ഞാൻ ഈ ഇതിൽ പങ്കാളിയാവും. നഗരത്തിലെ എല്ലാ വ്യാപാര കേന്ദ്രങ്ങളിലും സ്ഥാപനങ്ങളിൽ നിന്നാണ് പ്രവർത്തകർ ഫണ്ട് സ്വരൂപിക്കുന്നത്. ബിജെപി ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥ്, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രകാശ് ബാബു, ജില്ലാ പ്രസിഡന്റ് ആർ മഞ്ജുനാഥ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സി വി ശ്രീധർമ്മൻ, ജില്ലാ സെക്രട്ടറി സുഭനീഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ഭവീഷ് ഒളവണ്ണ, സിനൂപ് രാജ്, അക്ഷയ് എന്നിവർ നേതൃത്വം നൽകി. ദേശീയ ഗെയിംസിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്ന തദ്ദേശീയ ടീമുകൾക്ക് 5 ലക്ഷം മുതൽ പ്രോത്സാഹന തുക നൽകുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗെയിംസിന്റെ പ്രധാന മത്സരങ്ങൾ നടക്കുന്ന കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തികൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റേഡിയങ്ങളുടെയും പ്രധാന വേദികളുടെയും നിർമ്മാണം പൂർത്തിയാക്കി ഡിസംബർ 31 മുൻപ് ദേശീയ ഗെയിംസ് അതോറിറ്റിക്ക് കൈമാറുമെന്ന് കായിക വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗെയിംസിൽ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കുന്ന കേരളീയരായ ടീം അംഗങ്ങൾക്ക് 5, 3, 2 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡുകൾ പ്രത്യേകമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാണ പ്രവൃത്തികൾ ഗുണമേന്മയോടെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഒന്ന്, സ്പീഡിൽ നമുക്ക് ഈ കാര്യങ്ങൾ തീരണം. നമ്പർ 2, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച. ഈ 2 കാര്യങ്ങൾ കൂടി വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നല്ലൊരു മാനേജ്മെന്റ് വേണം. മലയാളി ടീമിന്, നമ്മുടെ കേരള ടീമിൽ പറയുന്ന ആളുകൾ അവർക്ക് ഗോൾഡ് കിട്ടിയാൽ 5 ലക്ഷം രൂപ അഡീഷണൽ കിട്ടും. അവർക്ക് അതെല്ലാം വെള്ളിയാണ് കിട്ടുന്നതെങ്കിൽ 3 ലക്ഷം രൂപ അഡീഷണൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പങ്കുകിട്ടും. അവർക്ക് ഓടാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ 2 ലക്ഷം. ഇതാണ് നമ്മൾ വെച്ചിട്ടുള്ള അഡീഷണലായിട്ട് കൊടുക്കുന്നത്. ഗെയിംസിന്റെ വേദികളായ എല്ലാ ജില്ലകളിലെയും മേൽനോട്ടം ഓരോരോ മന്ത്രിമാർക്കായിരിക്കും. കോഴിക്കോട് ജില്ലയുടെ ചുമതല മന്ത്രി എം കെ മുനീറിനാണ്.
എ പ്രദീപ് കുമാർ MLA, ജില്ലാ കളക്ടർ CA ലത, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി എന്നിവരും മന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോർപ്പറേഷന്റെ സ്കൂട്ടർ വിത്ത് വീൽ പദ്ധതി പ്രകാരമുള്ള വാഹനങ്ങൾ വിതരണം ചെയ്തു. മേയർ ഭവനിൽ നടന്ന ചടങ്ങിൽ മേയർ AK പ്രേമജം താക്കോൽദാനം നിർവഹിച്ചു. വികലാംഗരായ 8 പേർക്കാണ് വാഹനങ്ങൾ നൽകിയത്. 2012-13 വർഷത്തെ കോർപ്പറേഷന്റെ സ്കൂട്ടർ വിത്ത് വീൽ പദ്ധതി പ്രകാരമുള്ള വാഹനങ്ങൾ മേയർ ഭവനിൽ വിതരണം ചെയ്തു. മേയർ AK പ്രേമജം താക്കോൽദാനം നിർവഹിച്ചു. പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്ത വികലാംഗരായ 8 പേർക്കാണ് വാഹനങ്ങൾ വിതരണം ചെയ്തത്. കോർപ്പറേഷന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വികലാംഗർക്ക് മാത്രമേ വാഹനം വിതരണം ചെയ്യാവൂ എന്ന സർക്കാരിന്റെ ഉത്തരവാണ് പദ്ധതി വൈകിക്കാൻ കാരണമായത്. വാർഡ് സഭകൾ വഴിയാണ് ഗുണഭോക്താക്കളെ പദ്ധതിക്കായി തിരഞ്ഞെടുത്തത്. അതിൽ 24 പേരാണ് അപേക്ഷകൾ നൽകിയത്. അപേക്ഷകൾ സമർപ്പിച്ചവരിൽ ലൈസൻസ് ഉള്ള 8 പേർക്കാണ് വാഹനങ്ങൾ നൽകിയത്. വണ്ടി വളരെ ഉപകാരമല്ലേ, നമ്മളെ പോലെ നടക്കാൻ പറ്റാത്തവരൊക്കെ വളരെ നല്ല കാര്യമാണ്. എനിക്ക് വണ്ടി ലോട്ടറി കച്ചവടം, ചെറിയൊരു പെട്ടിക്കടാണ് പുളിമാടുന്നു നിർമ്മല ഹോസ്പിറ്റലിൽ വന്നില്ല. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ M രാധാകൃഷ്ണൻ മാസ്റ്റർ, കൌൺസിലർ K ശ്രീകുമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വാർത്തയിൽ ഒരു ഇടവേള. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. You wanna say yeah, you wanna say grab, you wanna say yeah, grab. വാർത്തകൾ തുടരുന്നു. ശമ്പള വർധനവിനും സ്ഥിരം നിയമനത്തിനും വേണ്ടി കോഴിക്കോട് കോർപ്പറേഷനിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരായി ജോലി ചെയ്യുന്നവരുടെ സമരം തുടരുകയാണ്. അനിശ്ചിതകാല സമരവും നിരാഹാരവുമായി സമരപ്പന്തലിൽ കഴിയുന്ന ഇവരുടെ ആവശ്യങ്ങൾക്ക് അധികാരികൾ നൽകുന്നത് അവഗണന മാത്രം. കോഴിക്കോട് കോർപ്പറേഷനിൽ UPA COമാരായി ജോലി ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായുള്ള സമരം തുടങ്ങിയിട്ട് ദിവസങ്ങളോളമായി. 1500 രൂപ പ്രതിമാസ ശമ്പളത്തിൽ 16 വർഷമായി ജോലി ചെയ്യുന്ന ഇവർ ശമ്പള വർധനവിനും സ്ഥിരം നിയമനത്തിനും വേണ്ടിയാണ് സമരം ആരംഭിച്ചത്. എന്നാൽ ഇവരുടെ ആവശ്യങ്ങൾക്ക് വില കൽപ്പിക്കാൻ കോർപ്പറേഷൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല. 10 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്താൽ മാസം ലഭിക്കുന്നതാണ് 1500 രൂപ. ഈ തുക കോർപ്പറേഷനിൽ എത്താനുള്ള ബസ് ചാർജിന് പോലും തികയില്ല. ഇവർക്കൊപ്പം നിയമിതരായ എറണാകുളം കോർപ്പറേഷനിലെ UPA COമാരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. വടകര, കൊയിലാണ്ടി നഗരസഭകളിലെ COമാർക്ക് 4000-ൽ പരം രൂപ ശമ്പളമായും ലഭിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളോട് മാത്രം എന്തുകൊണ്ടാണ് ഈ അവഗണന എന്നാണ് ഇവർ ചോദിക്കുന്നത്. തുച്ഛമായ ശമ്പളത്തിന് ജീവിക്കാൻ സാധിക്കാത്തതിനാൽ കടം വാങ്ങി കടക്കെണിയിലായവരും രോഗങ്ങൾ വേട്ടയാടുന്നവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.
ഇനിയും കോർപ്പറേഷന്റെ വാക്കുകളിൽ വഞ്ചിതരാകാൻ വയ്യ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കൊടിയുമായി ഇവർ സമരപന്തലിലേക്ക് നീങ്ങിയത്. ആഗസ്റ്റ് 18-നാണ് അനിശ്ചിതകാല സമരത്തിന് ആഹ്വാനം ചെയ്തത്. സെപ്റ്റംബർ 1 മുതൽ നിരാഹാര സമരവും ആരംഭിച്ചു. ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിൽ മൗനം പാലിക്കുന്ന അധികാരികൾ ഒരു ദിവസത്തെ ജീവിതം തള്ളി നീക്കാൻ പാടുപെടുന്ന ഇവരുടെ ആവശ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത്. ടൗൺ പോലീസ് അധികാരികൾ ഗുണ്ടകളും ജന്മിയുമായി കൂട്ടുചേർന്ന് വാടക കുടിയാനായി നിന്നുവരുന്ന കട ബലമായി പൊളിച്ചതായി പരാതി. കോഴിക്കോട് സൌത്ത് ബീച്ച് റോഡിൽ പത്മ ഏജൻസീസ് എന്ന പേരിൽ കേരള സിവിൽ സപ്ലൈസിന്റെ മണ്ണെണ്ണ റേഷന്റെ മൊത്തവിതരണ സ്ഥാപനമാണ് തകർത്തതെന്ന് നടക്കാവ് സ്വദേശി മുഹമ്മദ് ഉസ്മാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 7-ാം തീയതി അവിടെയുള്ള സമീപത്തുള്ള വീട്ടുകാരും കുറച്ച് ആളുകളും ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, അതിന്റെ ഉള്ളിൽ ലൈറ്റ് കാണുന്നുണ്ട്, ഷട്ടർ പുറത്തുനിന്നും പൂട്ടിയിട്ട് ഉള്ളിൽ നിന്ന് ആ റൂം അവർ പൊളിച്ചു മാറ്റുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ 2 പ്രാവശ്യം വിളിച്ചെല്ലാം കേട്ടിട്ട് ആദ്യത്തെ കോളിൽ ഫുള്ള് കേട്ടതിന് ശേഷം അവർ പറഞ്ഞു, ഇത് ടൗൺ പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിരിക്കും നിങ്ങൾ വിളിച്ചതില്ലേ, ഇത് ടൗൺ പോലീസ് സ്റ്റേഷൻ അല്ല എന്ന് പറഞ്ഞു. രണ്ടാമത് വിളിച്ചപ്പം അവർ എല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു ആ വണ്ടി അയക്കാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി 7-ാം തീയതി, കാരണം ഹോളിഡേയ്സ് ആണ്, കോട്ടുമില്ല ഒന്നുമില്ല, 7-ാം തീയതി രാത്രി അവരെ കംപ്ലീറ്റ് റൂം 3 ഭാഗവും ചുമരിതാക്കി അതൊരു മറ്റേ ഹാളാക്കി മാറ്റി മുഴുവൻ ഡോക്യുമെന്റ്സും അതിലുള്ള ഫർണിച്ചറും പൈസയും എല്ലാം കവർന്നുകൊണ്ടുകയും ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കമ്മീഷണർക്കും മുഖ്യമന്ത്രി മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി തുടങ്ങി ADGP, കമ്മീഷണർ എല്ലാവർക്കും പരാതിയും കൊടുത്തിട്ടുണ്ട്. സമൂഹത്തിലെ ജീർണതയ്ക്കെതിരെയുള്ള പ്രതികരണവുമായി PC നിഷയുടെ നിറനിനവുകൾ ചിത്രപ്രദർശനം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ചക്കിട്ടപ്പാറ B.Ed സെന്റർ വിദ്യാർത്ഥിനിയായ നിഷയുടെ ആദ്യ പ്രദർശനമാണിത്. ആർട്ടിസ്റ്റ് ദയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം 15-ന് സമാപിക്കും. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കും യുവാക്കളുടെ അരാജക പ്രവണതകൾക്കുമെതിരെ ചിത്രങ്ങളിലൂടെ പ്രതികരിക്കുകയാണ് ചക്കിട്ടപ്പാറ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്ററിലെ B.Ed വിദ്യാർത്ഥിനി PC നിഷ. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് നിഷയുടെ നിറനിനവുകൾ എന്ന് പേരിട്ട ചിത്രപ്രദർശനം നടക്കുന്നത്. ആർട്ടിസ്റ്റ് ദയാനന്ദൻ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. KP സുകുമാരൻ, മജിനി തിരുവങ്ങൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 20ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പ്രകൃതി ദൃശ്യങ്ങളുടെ മനോഹാരിത തുളുമ്പുന്ന ചിത്രങ്ങളും പ്രദർശനത്തെ ആകർഷകമാക്കുന്നു. ഷൊർണൂരിനടുത്ത് തലശ്ശേരി സ്വദേശിനിയായ നിഷ ചിത്രകലയിൽ കുറച്ചുകാലം മാത്രമേ പഠനം നടത്തിയിട്ടുള്ളൂ. പട്ടാമ്പിയിലെ ശില്പ ചിത്രയിലാണ് ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. ചിത്രകലയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായതെന്ന് PC നിഷ പറയുന്നു. ചെറുപ്പം മുതൽ വരയ്ക്കാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു എക്സിബിഷൻ നടക്കുന്നത്. ചിത്രം വരെ പഠിച്ചിട്ടൊന്നുമില്ല. കുറച്ച് സൺഡേ ക്ലാസ് ആയിട്ട് കുറച്ച് ദിവസം പോയിട്ടുണ്ട്. പിന്നെ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചിത്രങ്ങൾ ഇതിലെല്ലാതും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മ്യൂറല്, പിന്നെ ഓയില്, അക്രലിക് കൊണ്ടുള്ളത്, വാട്ടർ കളറ്, പെണ്ണുണ്ടോ. ചക്കിട്ടപ്പാറ സെന്ററിലെ അധ്യാപിക മോളിയാണ് ചിത്രപ്രദർശനം നടത്താൻ നിഷയെ സഹായിച്ചത്. പടിഞ്ഞാറക്കരപ്പടി അനിയന്റെയും കാർത്തിയനിയുടെയും മകളാണ്. ഓയിൽ കളർ, ക്രയോൺ, പെൻ, അക്രലിക് എന്നിവ ഉപയോഗിച്ചാണ് ചിത്രരചന. പ്രദർശനം 15 വരെ തുടരും. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷം സെപ്റ്റംബർ 15-ന് നടക്കും. 3 മഹാശോഭയാത്ര ഉൾപ്പെടെ കേരളത്തിലുടനീളം 10,000 ശോഭായാത്രകൾ നടക്കുമെന്നും ബാലഗോകുലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10,000-ലധികം പേർ പങ്കെടുക്കുന്ന 10,000 ശോഭായാത്രകൾ, ശ്രീകൃഷ്ണ വേഷമിട്ട 2 ലക്ഷം ഉണ്ണിക്കണ്ണന്മാർ, പ്രകൃതിയുടെ താളം വീണ്ടെടുക്കാനുതകുന്ന 5,000-ഓളം ഭൂമിപൂജ, നദീപൂജ, അറവുശീലങ്ങൾക്ക് അറുതി വരാൻ തക്ക 5,000 ഗോപൂജ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണം ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വൃക്ഷപൂജ, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളെ കേന്ദ്രമാക്കി 3 മഹാശോഭായാത്രകൾ എന്നിവ നടക്കും. മൊത്തം സമാജത്തിന് സാംസ്കാരിക ജീവിതത്തിന്റെ സവിശേഷതയെ വീണ്ടെടുക്കാൻ കഴിയുമാറ് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ പദ്ധതികളും ബാലഗോകുലത്തിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നതാണ്. സാംസ്കാരിക സമ്മേളനം, ഗോപികാ നൃത്തം, ചിത്രരചന, കാവ്യാഞ്ജലി തുടങ്ങിയ കലാപരിപാടികൾ ഈ വർഷത്തെ പ്രവർത്തന മുന്നേറ്റങ്ങളാണെന്ന് ബാലഗോകുലം സംസ്ഥാന സാരഥികൾ പറഞ്ഞു. ചിത്രകലയിലും ശില്പനിർമ്മാണത്തിലും വേറിട്ട രീതികൾ അവലംബിക്കുന്ന ചിത്രകലാ അധ്യാപകൻ സുബ്രഹ്മണ്യൻ ഇത്തവണ തന്റെ വീട്ടുമുറ്റത്ത് മണ്ണ് നീക്കി മഴയുടെ സഹായത്താൽ തീർത്തത് വിപ്ലവവീര്യത്തിന്റെ മുഖഛായയാണ്. ചെഗുവേരയുടെ ഈ ഛായ കാണാൻ നിരവധി പേരാണ് സുബ്രഹ്മണ്യന്റെ വീട്ടിലെത്തുന്നത്. മഴ പെയ്താൽ സുബ്രഹ്മണ്യന്റെ വീട്ടുമുറ്റത്ത് ചെഗുവേരയുടെ മുഖം തെളിഞ്ഞു വരും. വിപ്ലവ സമരസഖാക്കളുടെ എക്കാലത്തെയും ആവേശമായ ചെഗുവേരയുടെ മുഖം സ്വന്തം വീട്ടുമുറ്റത്തൊരുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. മഴയെത്തിയാൽ ഈ വീട്ടുമുറ്റത്തിന് വിപ്ലവ വീര്യത്തിന്റെ മുഖഛായയാണ് ലഭിക്കുക. മുറ്റത്തെ മണ്ണ് പ്രത്യേക രീതിയിൽ കൊത്തിത്താഴ്ത്തിയ ഭാഗത്ത്
മഴ പെയ്ത വെള്ളം നിറഞ്ഞാൽ അവിടെ ചെഗുവേരയുടെ മുഖം തെളിഞ്ഞു വരും. 5 അടി നീളവും 4.5 അടി വീതിയുമുള്ളതാണ് സുബ്രഹ്മണ്യന്റെ ചെഗുവേരയുടെ രൂപം. പൊളിഞ്ഞുകിടന്ന റോഡിലെ കുഴിയിൽ പക്ഷിയുടെ രൂപത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ചിത്രകലാധ്യാപകൻ കൂടിയായ ഈ യുവാവിന് തന്റെ ഇഷ്ടനേതാവിന്റെ മുഖം സ്വന്തം വീട്ടുമുറ്റത്തൊരുക്കാനുള്ള ആഗ്രഹമുണ്ടായത്. ഞാനിത് വീട്ടുമുറ്റത്താണ് ഈ രൂപം ഉണ്ടാക്കിയത്. ഇങ്ങനെ മണ്ണിൽ കൊത്തി കളിച്ചുകൊണ്ടാണ് ഈ ഒരു രൂപം എടുത്തത്. മഴ പെയ്യുന്ന സമയത്തിൽ വെള്ളം വന്ന് നിറയുമ്പോഴാണ് ഈ രൂപം തെളിഞ്ഞു വരുന്നത്. ഞാനിപ്പോൾ ഒരു ചിത്രകലാധ്യാപകനായിട്ടൂടെ അടുത്തൊരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഏറെ കൗതുകം സൃഷ്ടിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് തന്റെ കരവിരുത് മാറിയതിലുള്ള സന്തോഷത്തിലാണ് ഈ യുവാവ്. കറിയിപ്പ് കൊണ്ട ഗാന്ധിയുടെ രൂപവും വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയുടെ ശില്പാവിഷ്കാരവും നടത്തി മുമ്പും സുബ്രഹ്മണ്യൻ ശ്രദ്ധേയനായിട്ടുണ്ട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവേഷക വിദ്യാർത്ഥികൾ നടത്തിവന്ന വൈറ്റ് റോസ് സെക്കൻഡ് ഗവേഷക സമരം അവസാനിപ്പിച്ചു. വൈസ് ചാൻസലറുമായി വിദ്യാർത്ഥി പ്രതിനിധികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം ഉപാധികളോടെ അവസാനിപ്പിച്ചത്. സ്കൂൾ ഓഫ് ഫോക്ലോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഡയറക്ടർ EK ഗോവിന്ദവർമ്മരാജയുടെ ഇടപെടലുകൾ മൂലമാണ് വൈസ് ചാൻസലർ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തയ്യാറായത്. അതേസമയം വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചെന്നും പറയാനാകില്ല. PhD അവാർഡ് ചെയ്യും മുമ്പേ പ്രബന്ധവുമായി വൈസ് ചാൻസലറെ കാണണമെന്ന നിർദ്ദേശം താൽപര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം പാലിച്ചാൽ മതി. പഞ്ചിംഗ് വിഷയത്തിൽ തീരുമാനം ഗൈഡുകൾക്കാണ് വിട്ടത്. പഞ്ചിംഗ് രേഖപ്പെടുത്താത്ത ഗവേഷക വിദ്യാർത്ഥികൾ പ്രസ്തുത കാലയളവിൽ ഗവേഷണത്തിലായിരുന്നുവെന്ന ഗൈഡിന്റെ സാക്ഷ്യപത്രത്തോടെ ഫെലോഷിപ്പ് നൽകാമെന്ന് VC ഉറപ്പു നൽകി. സമരസമിതി നേതാക്കളായ വിവേക്, P. വിമൽകുമാർ തുടങ്ങിയവർ വൈസ് ചാൻസലറുമായി ചർച്ച നടത്തിയതോടെയാണ് കാര്യങ്ങളിൽ തീരുമാനമായത്. ഇതോടെ ഹിറ്റ്ലറെ തോൽപ്പിച്ച വൈറ്റ് റോസ് സമരം അനുസ്മരിപ്പിക്കും വിധം കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥികളുടെ വൈറ്റ് റോസ് സെക്കൻഡ് സമരം അവസാനിക്കുകയായിരുന്നു. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു. മാപ്പിള കലകളോടൊപ്പം വിവിധ നാടൻ കലകളെയും ശാസ്ത്രീയ കലകളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അക്കാദമി അവാർഡുകൾ നൽകി വരുന്നതെന്ന് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. P. ഭാസ്കരൻ മാസ്റ്റർ അവാർഡിന് അർഹനായിരിക്കുന്നത് സിനിമാ നിർമ്മാതാവ് മുഹമ്മദ് മണ്ണിലാണ്. MS ബാബുരാജ് അവാർഡ് പിന്നണി ഗായിക സിത്താര കൃഷ്ണകുമാറിനും നടി മോനിഷ അവാർഡ് തമിഴ് മലയാളം സിനിമാ താരം അനന്യയ്ക്കും സംഗീത സംവിധായകൻ G. ദേവരാജൻ മാസ്റ്റർ അവാർഡ് കർണാട്ടിക് സംഗീതജ്ഞൻ ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാടിനും നൽകുന്നതാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ അവാർഡ് മാപ്പിള ഗാനരചയിതാവ് PAB അച്ഛനമ്പലത്തിനും മാപ്പിളപ്പാട്ട് ഗായകൻ IP സിദ്ദിഖിനും പങ്കിട്ടു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള എക്സലന്റ് അവാർഡ് മുഹമ്മദ് ഗദ്ദാഫിക്കും നൽകും. ചടങ്ങിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ ജോസ് വാരാപ്പുഴ, മാപ്പിളപ്പാട്ട് ഒപ്പന രംഗത്ത് പ്രാവീണ്യം നേടിയ CP നൌഷാദ്, P. മൊയ്തീൻ കോയ എന്നിവരെ ആദരിക്കുന്നതാണെന്നും കേരള മാപ്പിള സംഗീത അക്കാദമി സാരഥികൾ പറഞ്ഞു. സംഗീത സംവിധായകൻ G. ദേവരാജൻ മാസ്റ്റർ അവാർഡ് കർണാട്ടിക് സംഗീതജ്ഞൻ ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് ഡെപ്യൂട്ടി DMO എന്നിവർക്കാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ അവാർഡ് മാപ്പിള ഗാനരചയിതാവ് ശ്രീ PAB അച്ഛനമ്പലത്തിനും മാപ്പിളപ്പാട്ട് ഗായകൻ IP സിദ്ദീഖിനും തുല്യമായി പങ്കിട്ടുണ്ട്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള എക്സലന്റ് അവാർഡ് ശ്രീ മുഹമ്മദ് ഗദ്ദാഫി മലയിൽ ഗ്രൂപ്പിന്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമായി. ലക്ഷ്മി ഗോപാലസ്വാമി, ഷംന കാസിം എന്നിവരുടെ നൃത്ത പരിപാടികൾ സമാപന ദിവസം നടന്നു. MK രാഘവൻ MP സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും കഴിഞ്ഞ 6 ദിവസമായി കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി സംഘടിപ്പിച്ചു വന്ന ഓണാഘോഷ പരിപാടികൾക്ക് വർണ്ണാഭമായ നൃത്തവിരുന്നോടെ സമാപനം. ഗായത്രി സുബ്രഹ്മണ്യന്റെ കേരള നടനത്തോടെയാണ് സമാപന ദിന പരിപാടികൾ ആരംഭിച്ചത്.
MK രാഘവൻ MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓണം ഒരു ആഘോഷമോ ആചാരമോ മാത്രമല്ല, ഗൃഹാതുര സ്മരണകളുടെ ഒരു വീണ്ടെടുപ്പായി ഞാനിതിനെ കാണുകയാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, തമിഴ്നാട്ടിലെ പൂക്കളില്ലെങ്കിൽ ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും മറ്റ് പലവ്യഞ്ജനങ്ങളില്ലെങ്കിൽ, പച്ചക്കറി ഇല്ലെങ്കിലും, ആന്ധ്രയിൽ അരിയില്ലെങ്കിലും നമുക്ക് ഓണം. ജില്ലാ കളക്ടർ CA ലത അധ്യക്ഷം വഹിച്ചു. പുരുഷൻ കടലുണ്ടി MLAയും സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. മുഖ്യ പ്രായോജകരിലൊരാളായ മലബാർ സിമന്റ്സ്. അടുത്തത് പ്രായോജകരിൽ ഒരാളായ പ്രീമിയർ ജെനുവിൻ ലെതർ ഉപഹാരം ഏറ്റുവാങ്ങുന്നു. അടുത്തത് MT പത്മ, അഡ്വക്കേറ്റ് M രാജൻ, PV ഗംഗാധരൻ, MC മായിൻ ഹാജി, NC അബൂബക്കർ, ജീൻ മോസസ്, PG രാജീവ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് ലക്ഷ്മി ഗോപാലസ്വാമി, ഷംന കാസിം എന്നിവരുടെ നൃത്തവിരുന്നും DJ ശേഖരൻ ഗിന്നസ് ടീമിന്റെ മെഗാഷോയും അരങ്ങേറി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സാഹസികതയും വിനോദവും ഒരുമിപ്പിച്ച് ടെറാനോ ടു ദി ടെറൈൻ യാത്ര സംഘടിപ്പിക്കുന്നു. നിസാൻ ടെറാനോയുടെ തെരഞ്ഞെടുത്ത കസ്റ്റമേഴ്സിനായി EVM നിസാൻ കാലിക്കറ്റ് ഒരുക്കുന്നു ടെറാനോ ടു ദി ടെറൈൻ. സാഹസികതയും വിനോദവും ഒത്തൊരുമിക്കുന്നതാണ്. നിസാൻ ടെറാനോയുടെ തെരഞ്ഞെടുത്ത 15 കസ്റ്റമേഴ്സും അവരുടെ കുടുംബാംഗങ്ങളുമാണ് സെപ്റ്റംബർ 13-നുള്ള ഈ സാഹസിക യാത്രയിൽ പങ്കെടുക്കുക. എരഞ്ഞിപ്പാലം മലബാർ ഹോസ്പിറ്റലിന്റെ ബ്രാഞ്ച് സെപ്റ്റംബർ 15-ന് രാവിലെ 11 മണിക്ക് കൊയിലാണ്ടിയിൽ ആരംഭിക്കുന്നു. ദാസൻ MLA പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് എന്ന് ഡോക്ടർ PA ലളിത അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ ഗെയിംസിൽ ഫുട്ബോൾ മത്സരവേദിക്ക് ഒളിമ്പ്യൻ റഹ്മാന്റെ പേര് നൽകുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. %100 മദ്യനിരോധനമാണ് ആവശ്യമെങ്കിൽ ആദ്യം മദ്യവർജനമാണ് കേരളത്തിൽ നടപ്പിലാക്കേണ്ടതെന്ന് R ബാലകൃഷ്ണപിള്ള. യുവമോർച്ചയുടെ കാശ്മീർ ദുരിതാശ്വാസ നിധി സമാഹരണം ജില്ലയിൽ ആരംഭിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.